ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. ഞങ്ങൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയേക്കണേണ്. അപ്പോൾ അതേ പറൂരാണ് കല്യാണം. ഞങ്ങളങ്ങനെ കല്യാണം നടക്കുന്ന ഹാളിലെത്തി. പറൂര് ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ കല്യാണം. അധികം ആളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഓരോരുത്തർ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഇതെൻ്റെ വാപ്പിച്ചിയുടെ റിലേഷനിലായിരുന്നു കേട്ടോ കല്യാണം നടന്നിരുന്നത്. കുറേ നാളായി ഇങ്ങനെ വാപ്പിച്ചിയുടെ റിലേഷനിലൊരു കല്യാണമൊക്കെ നടന്നിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി. അതിനിടയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ട്. ഞങ്ങൾ 10th വരെയും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവളുടെ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവളെ കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത് ആ ഭാഗത്തോട്ടാണ്. അപ്പോൾ അവൾക്ക് ഉണ്ടായിരുന്ന ആ കല്യാണം അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു അന്ന്. എൻ്റെ കുഞ്ഞുമ്മമാരും അവരുടെ മക്കളും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം വർത്തമാനം പറയാനൊക്കെ ആയിരുന്നു. എൻ്റെ ഇളയ കൊച്ചാപ്പാട മോനാണ്, ഒരാളും കൂടി ഉണ്ട്, അവൻ വന്നിട്ടില്ല. ഇവനാണ്. അത് നിങ്ങൾക്കറിയാലോ, വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെൻ്റെ കുഞ്ഞുമ്മമാരാണ് രണ്ടുപേരും. ഞങ്ങളെല്ലാവരും കൂടിയും ഞാനിത് അവരെ ഓരോരുത്തരെ പരിചയപ്പെടുത്തേണ്ടിയിരുന്നു. അപ്പോൾ അവിടെ ഇതിട്ടേക്കണം പാട്ട് കാരണം അങ്ങനെയൊന്നും കേൾക്കാനൊന്നും പറ്റില്ല. കല്യാണത്തിൽ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്, 1:15 ആയിട്ടും ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ചെക്കൻ നിക്കാഹൊക്കെ കഴിഞ്ഞ് ചെക്കൻ വന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ പെണ്ണ് സ്റ്റേജിൽ വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റേജിലേക്ക്. അതിനിടയിൽ ഐസാക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളും ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടും പിന്നെയും പെണ്ണ് വന്നിട്ടുണ്ടായില്ല. എനിക്ക് തോന്നുന്നത് ഒരു 2 മണി 2:15 ഒക്കെ ആയപ്പോഴാണ് പെണ്ണ് സ്റ്റേജിലോട്ട് കയറി വന്നത്. അങ്ങനെ ചെക്കൻ വന്നിട്ടുണ്ട് കേട്ടോ. ചെക്കൻ വന്ന വീഡിയോ ആണ് എടുക്കണത്. കുറേ നേരമായി ചെക്കൻ അകത്തോട്ട് കയറി വരും. ഇവർക്ക് വീഡിയോ കറക്റ്റായി കിട്ടാണ്ടാവുമ്പോൾ ചെക്കൻ പിന്നെ ഇറങ്ങും. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടാണ് അവർ വീഡിയോ എടുത്ത് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പാട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്കനെ കാണാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഫോൺ പൊക്കി പിടിച്ചിട്ട് ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. മര്യാദക്ക് കിട്ടണുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ചെക്കൻ അകത്തോട്ട് കയറി കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ആ പെണ്ണ് വരുന്ന വീഡിയോയും കൂടി എടുത്ത് അതിൻ്റെ ചടങ്ങും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമെന്നുള്ള രീതിയിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത്. പക്ഷെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പെണ്ണ് വന്നത്.
ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അയാളായിട്ടുള്ള അയാൾ നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത്
അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ല, അവളെ കണ്ട് കുറേ നേരം അവളായിട്ട് സംസാരിച്ച് നിന്ന് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നിട്ടാ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പുതിയ വീഡിയോയിൽ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ ബൈ.